നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേരം സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് കൃപ കാണിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന സുവിശേഷകൻ നിതിൻ എത്രയും വേഗം വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. നമ്മുടെ ഇന്നത്തെ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിയ അലക്സ് അങ്കിളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സായാഹ്ന സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം ദീർഘകാലയളവിൽ ദൈവനം പഠിപ്പിക്കുവാനും ദൈവനത്തിൽ നിന്ന് വ്യാഖ്യാനിപ്പാനും ഒക്കെ അവസരങ്ങൾ നൽകിയല്ലോ. ഈ പുതുവർഷത്തിൽ ചില മാസങ്ങൾ പിന്നിട്ടിട്ടെങ്കിൽ ദീർഘമായ കാലയളവിലേക്ക് ഇത് കൊണ്ടെത്തിക്കുവാൻ സഹായിക്കുമാറാകണമേ. കഴിഞ്ഞ വർഷക്കാലം കടന്നു വന്നല്ല ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് നടത്തുന്ന ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ. പാടുവാൻ കൃപ കൊടുക്കണം, വചനം വ്യാഖ്യാനിപ്പാൻ, വിശുദ്ധീകരിപ്പാൻ, അല്ലെങ്കിൽ ആത്മീയ മർമ്മങ്ങളെ പ്രസാദിപ്പാൻ കടന്നുവര ദാസനെ നീ സഹായിക്കണമേ. ഇവിടെ സഹകരിക്കുന്ന എല്ലാ ദാസന്മാർക്കുമായി സ്തോത്രം. അവിടെ എല്ലാ ആവശ്യങ്ങളും കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഒരു കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനഘടനായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയതും മഹത്വമേറിയമായ ധന്യമായ നാമത്തിൽ തന്നെ. ഏറ്റവും അടുത്ത തുണ
അങ്ങേപ്പോലെൻ ദൈവമേ അരുളിലോകേ, അങ്ങില്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നീ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. എന്നീ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴികാട്ടിയായി എന്നെ നയിക്കേണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴികാട്ടിയായി എന്നെ നയിക്കേണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിടേണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന,
പ്രിയപ്പെട്ട ഗാനങ്ങൾ നാം ഒരുമിച്ച് പാടുകയും പാടിക്കേൾക്കുകയും അങ്ങനെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നല്ലോ. ആരാധ്യനായ നമ്മുടെ കർത്താവ് എത്ര മഹോന്നതനാണ്, എത്ര ശ്രേഷ്ഠനാണെന്നുള്ളത് നാം പാട്ടിലൂടെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായി. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പ്രസ്താവിച്ചതുപോലെ വട്ടപ്പാറയിലെ കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ നിതിൻ മുമ്പോട്ട് കടന്നു വന്ന് നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. തന്നെ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണെന്ന് കരുതുന്നു. ചില അനേക മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം തന്നെ ഇവിടെ കടന്നു വരികയും വചനം ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ പിതാവിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലൊക്കെ നാം തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വരികയായിരുന്നു. പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിനെ സാക്ഷിപ്പാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനും യുവ സഹോദരനായ നിതിന് ദൈവം അവസരം നൽകി. ഇന്നും ദൈവം തന്നെയും തൻ്റെ കുടുംബത്തെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ കർത്താവിൻ്റെ ദാസൻ നിതിനിലൂടെ ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാവുന്നതാണ്. അതിനായിട്ട് പ്രിയ സഹോദരനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനായി കടന്നു വരുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നിരവധി മാസങ്ങൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ഈ മീറ്റിങ്ങിൽ എനിക്കും കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരിക്കൽ കൂടി നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച പ്രിയ സംഘാടകരോടുള്ള നന്ദിയും ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നു. ദൈവവചന കേൾവിക്കായാണല്ലോ നാം കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്കൊരു വേദഭാഗം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം. 58-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസാണ് കൊരിന്തിലെ ദൈവസഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അദ്ദേഹം AD 56 എഫെസോസിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 19-ാം അധ്യായം തുടങ്ങിയ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ കൊരിന്ത് സഭയുടെ ആരംഭത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല 18-ാം അധ്യായം തന്നെ നാം അത് അല്പം മുന്നിലേക്ക് വായിച്ചു വരുമ്പോൾ പൗലോസിന് ശേഷം അപ്പല്ലോസ് അവിടെ കടന്നു ചെല്ലുകയും ദൈവവചനം അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ പഠിപ്പിച്ചതായും നാം അവിടെ വായിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് ലേഖനം തന്നെ അതിൻ്റെ 1 മുതലുള്ള അധ്യായങ്ങൾ നാം മുന്നിലേക്ക് വായിക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു സ്ഥലം സഭയായിരുന്നു കൊരിന്തിലെ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൽ തന്നെ ആ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. വിശ്വാസികൾ തമ്മിൽ ഭിന്നത നിലനിന്നിരുന്നു. കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്ഷക്കാരാ? പൗലോസ് അപ്പോസ്തലനാണ് സഭ സ്ഥാപിച്ചത്, അതുകൊണ്ട് സ്ഥാപകനായ പൗലോസിൻ്റെ പക്ഷക്കാരാണ് ഞങ്ങൾ എന്ന് ഒരു കൂട്ടം പേര് വാദിച്ചു. അപ്പോഴവർ പറഞ്ഞു, അല്ല, ഞങ്ങളെ വചനം പഠിപ്പിച്ചത് അപ്പല്ലോസാണ്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരാണെന്ന് കുറച്ച് പേര് വാദിച്ചു. ഇനി കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ 2 കൂട്ടത്തിലും പെടുന്നവരല്ല, ഞങ്ങൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തരാണ്, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന് മറ്റു ചിലർ വാദിച്ചു. അപ്പോഴങ്ങനെ ഒരു ഭിന്നത ആ സ്ഥലസഭയിൽ നിലനിന്നിരുന്നതായിട്ട് നാം ആ വേദഭാഗത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് അതിനെ തർജ്ജനം ചെയ്യുന്നതായി ആ നിലയിൽ ദൈവസഭയിൽ ഒരു ഭിന്നത പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഓർപ്പിക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. നാം വീണ്ടും മുന്നിലേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഐക്യതയുടെ ആവശ്യകതയെക്കുറിച്ചും മാത്രമല്ല നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്,
ക്രിസ്തുവിനെ സേവിക്കുവാൻ കർത്താവ് വിളിച്ചവരാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഓർപ്പിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സഭയിൽ നിലനിന്നിരുന്ന ദുർനടപ്പിനെ അവിടെ പൗലോസ് അപ്പോസ്തലൻ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിവാഹത്തെക്കുറിച്ച് അവിടെ കൽപ്പനകൾ നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ സഭയിലെ ആരാധനയെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 12-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇനി 13-ാം മാത്രമല്ല കൃപാവരങ്ങളെക്കുറിച്ച് 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇനി 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എല്ലാ കൃപാവരത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സ്നേഹത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അന്യഭാഷയെയും പ്രവചനത്തെയും കുറിച്ച് അവിടെ നാം കാണുന്നുണ്ട്. അദ്ദേഹം അവിടെ അന്യഭാഷയും അന്യഭാഷകളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ 14-ാം അധ്യായത്തിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു പ്രശ്നമാണ് അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവിടെ ഡീൽ ചെയ്യുന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. അവിടുത്തെ വിഷയം എന്താണെന്ന് നാം പഠിക്കുമ്പോൾ പുനരുത്ഥാനമാണ് അവിടുത്തെ പ്രശ്നം. 15-ാമതിലേക്ക് കടന്നു വരുമ്പോൾ പുനരുത്ഥാനം ഒരു പ്രശ്നമായി അവരുടെ മധ്യേ നിലനിന്നിരുന്നതായിട്ട് നാം വായിക്കുന്നു. ആ സ്ഥലസഭയിലെ കുറച്ച് വ്യക്തികൾ ഇങ്ങനെ പഠിപ്പിച്ചു: മരിച്ചവരുടെ ജീവിതം മരണം കൊണ്ട് അവസാനിച്ചു. എന്നാൽ കുറച്ച് ആൾക്കാർ പഠിപ്പിച്ചു അങ്ങനെയല്ല, മരണം കൊണ്ട് അവസാനിച്ചില്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ, രണ്ട് കൂട്ടർ തമ്മിൽ ഒരു ഭിന്നത ആ സ്ഥലസഭയിൽ വീണ്ടും കടന്നു വന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. ഈ കടന്നു വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ അവരോട് സംസാരിക്കുന്നത് നാം അവിടെ കാണുകയാണ്. 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 15-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ദൈവത്തിന് മഹത്വം. അവിടെ പൗലോസ് അപ്പോസ്തലൻ മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് വാദിക്കുന്നവരോട് മറുപടിയായി അദ്ദേഹം പറയുന്നൊരു പ്രധാന സത്യം, ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം അവരോട് പറയുകയാണ്. ഇനി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. ഇനി 4-ാം വാക്യം, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനി അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്: കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അപ്പോൾ ആദ്യമായി തന്നെ അവരെ പഠിപ്പിച്ച വസ്തുതയാണ് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന്. പക്ഷേ ഇന്ന് അവരുടെ മധ്യേ ഒരു സംശയം എന്ത് ചെയ്തിരിക്കുകയാണ്? ഉടലെടുത്തിരിക്കുകയാണ്, കടന്നു വന്നിരിക്കുകയാണ്. അതാണ് നാം അവിടെ കാണുന്നത്. ഇനി അതിൻ്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇനി 17-ാം വാക്യം, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അവരുടെ ആ വാദത്തിനെ ഖണ്ഡിക്കുന്നതായി നാം അവിടെ കാണുകയാണ്. അപ്പോൾ 15-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ അവിടെ ഓർപ്പിക്കുന്ന പ്രധാന സത്യം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് മരണത്തെ ജയിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ഈ സത്യം അവരോട് അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. ഇനി അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ മരണശേഷം ലഭിക്കുവാൻ പോകുന്ന ശരീരത്തിൻ്റെ 8 സവിശേഷതകളെക്കുറിച്ച് അക്കമിട്ട് അവിടെ നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് പോകുവാനായിട്ട് സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നായി അക്കമിട്ട് അവിടെ നിരത്തിയ ശേഷം വളരെ വ്യക്തമായി അത് തെളിയിച്ച ശേഷം അതിൻ്റെ 58-ാം വാക്യത്തിൽ അവിടെ കൺക്ലൂഷനായി പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ്,
വാക്യമാണ് നാം വായിച്ചത്. അവിടെ പറയുകയാണ്, ആകയാൽ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു വിശ്വാസി, ഒരു ക്രിസ്തു ശിഷ്യൻ നിർവഹിക്കേണ്ട 3 പ്രധാന ഉത്തരവാദിത്തങ്ങളെ ആ വാക്യത്തിലൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം നിർവഹിക്കേണ്ടത്? അതിൻ്റെ പ്രധാന കാരണം അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ഒഴിഞ്ഞിരിക്കുവാൻ സാധ്യമല്ല എന്ന് ദൈവാത്മാവ് അവിടെ ഓർപ്പിക്കുകയാണ്. ഒന്നാമതായി എന്താണ് ആ ശുശ്രൂഷ, അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഒന്നാമതായി നാം നിറവേറ്റേണ്ടത് എന്ന ആ വാക്യത്തിൽ നമുക്ക് നോക്കാം. 58-ാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. ദൈവത്തിന് മഹത്വം. അവിടെ ഒന്നാമതായി ദൈവാത്മാവോടെ ഓർപ്പിക്കുന്ന സത്യം, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ പ്രധാന സത്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒഴുകിപ്പോകുന്നവരായിരിക്കുവാൻ പാടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പുള്ളവരായി നിലനിൽക്കണം. എന്തിലാ ഉറപ്പ് വേണ്ടേ? നമുക്ക് വായിക്കാം. അതിനോടനുബന്ധിച്ചൊരു വേദഭാഗം നമുക്ക് വായിക്കാം. 15-ാം അധ്യായം തന്നെ അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 15-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒന്നാമതായി ഉറപ്പ് വേണ്ട കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമതായി ഉറപ്പ് വേണ്ട സംഗതി എന്നത്, നാം കേട്ട സുവിശേഷത്തിൽ നമുക്കെന്ത് വേണം? ഉറപ്പ് ഉണ്ടായിരിക്കണം. നാം കേട്ട സുവിശേഷം എന്താ? കൊരിന്തിലെ ദൈവജനത്തോട് പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ കേട്ട സുവിശേഷം ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമാണ്. എന്നാൽ അതിൽ നിന്ന് ഉറപ്പില്ലാത്തവരായി നിങ്ങൾ ചിലർ തീർന്നിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം അവരോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ നിലയിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വൈരിയായ പിശാച് നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിച്ച കാര്യങ്ങളെ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരവധി മുഖാന്തരങ്ങൾ വഴി കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു പ്രധാന സത്യമെന്ന് പറയുന്നത്, നാം കേട്ട സുവിശേഷത്തിൽ അചഞ്ചലമായി നാം ഉറപ്പുള്ളവരായിരിക്കണമെന്നാണ്. കൊരിന്തിലെ സഭയ്ക്ക് അത് സംഭവിച്ചു. കൊരിന്തിലെ സഭയെ നമുക്കറിയാം, അവരൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ വരവിനെ നോക്കിപ്പാർത്തിരിക്കുന്നു എന്നാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവരെ നോക്കിപ്പാർത്തുകൊണ്ട് കൃപാവരത്തിൽ കുറവില്ലാത്തവരായി കഴിഞ്ഞ കൊരിന്ത് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? കൊരിന്ത് സഭയിലെ ചില ദൈവമക്കൾക്ക് ഈ നിലയിലുള്ളൊരു ഉറപ്പ് അവർക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നാം കേട്ട സുവിശേഷം, അതിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. ചോദ്യങ്ങൾ കടന്നു വന്നേക്കാം, നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിൽ നാം വീണു പോകാതെ നാം കേട്ട സുവിശേഷത്തിൽ നാം ഉറപ്പുള്ളവരായി നിൽക്കണം എന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം നമുക്കറിയാമല്ലേ? അവിടെ എന്താ നാം വായിക്കുന്നത്?
ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സാക്ഷിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം കേട്ട സുവിശേഷത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. അതിനോടനുബന്ധിച്ച് മറ്റൊരു പ്രവൃത്തിയിൽ നാം ഏത് നിലയിലുള്ള പ്രവൃത്തി ആയതിനാൽ നാം നിർവഹിക്കണം. ഈ മഹത്വകരമായ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് പ്രവൃത്തി എപ്രകാരമുള്ളതായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനനുസരിച്ച് നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ദൈവത്തിന് മഹത്വം. ഇവിടെ 11 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലത്തിനായി നിൽക്കുന്ന സംഗതിയെക്കുറിച്ച് ഇല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ് 3-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത്. ഇവിടെ 11-ാം അധ്യായത്തിൽ അവിടെ ദൈവമക്കളെ ഒരു ശില്പിയായി അവിടെ താരതമ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. പ്രിയമുള്ളവരെ, ഇവിടെ പണിയുവാനായി അടിസ്ഥാനം ക്രിസ്തുവാണ്. അതിന്മേൽ പണിയുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് നൽകിയിരിക്കുകയാണ്. അതിന്മേൽ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് പണിയണമെന്ന് ആർക്ക് തീരുമാനിക്കാം? പണിയുന്ന വ്യക്തിക്ക് തീരുമാനിക്കാം. അവിടെ 6 കൂട്ടം കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? 1 പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, പിന്നെ മരം, പുല്ല്, വയ്ക്കോൽ. ഇതിലേത് വെച്ച് പണിയണമെന്ന് ആർക്ക് തീരുമാനിക്കാം? നമുക്ക് തീരുമാനിക്കാം. ഇനി എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഇനി ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം ഏത് നിലയിലുള്ള പ്രവൃത്തി ചെയ്യണമെന്നാണ് അവിടെ നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ഉറപ്പുള്ള പ്രവൃത്തികൾ, നിലനിൽക്കുന്ന പ്രവൃത്തി നാം ചെയ്യുന്നവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉപമകളിലൂടെ കർത്താവ് സംസാരിച്ചു. അവിടെ കർത്താവ് സംസാരിച്ച ഒരു ഉപമയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ്റെയും ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെയും ഉപമ. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ബുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് വിളിച്ചത്? അവർ രണ്ടുപേരും വീട് പണിതു, രണ്ടുപേരും പ്രവൃത്തി ചെയ്തു. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ എവിടെയാണ് പണിതേ? പാറമേൽ വീട് പണിതു. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിന്മേൽ വീട് പണിതു. വെള്ളം പൊങ്ങി, ജലപ്രളയം സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഒടുവിൽ എന്ത് സംഭവിച്ചു? മണലിന്മേൽ പണിത വീട് വീണുപോയി. ഒരിക്കൽ ഈ കർത്താവിനെ അറിയുന്നതിന് മുൻപ് നാം ബുദ്ധിയില്ലാത്തവരായിരുന്നു, വിവേകമില്ലാത്തവരായിരുന്നു, സത്യദൈവത്തെ അറിയാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് സത്യദൈവമായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വിവേകം നൽകി, സത്യദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മെ ബുദ്ധിയുള്ളവരാക്കി ദൈവസഭയിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയുള്ളവരായ നാം, കർത്താവ് നമ്മെ ബുദ്ധിയുള്ളവരാക്കി തീർത്തത് കൊണ്ട് നാം കേട്ട സുവിശേഷത്തിൽ ആദ്യമായി ഉറപ്പുള്ളവരായിരിക്കണം. രണ്ടാമതായി അതിൽ നിന്നുകൊണ്ട് ഉറപ്പുള്ള പ്രവൃത്തികൾ നിർവഹിക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തതായി നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം. രണ്ടാമതായി നമ്മുടെ പ്രത്യാശയോടനുബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വം, രണ്ടാമത്തെ ഉത്തരവാദിത്വം നാം അവിടെ കാണുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിച്ചു: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും. അപ്പോൾ ഒന്നാമതായി ഉറപ്പുള്ളവരായിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമതായി ഇവിടെ പറയുകയാണ്, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, നിങ്ങൾ കുലുങ്ങാത്തവർ ആയിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ നാം കുലുങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്.
കുലുക്കം കടന്നു വരുവാനുള്ള സാധ്യത ഉണ്ട്. ഒന്നാമതായി കുലുക്കം കടന്നു വരുന്നതിൻ്റെ കാരണമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ ലക്ഷ്യം തെറ്റുമ്പോൾ, നോട്ടം മാറുമ്പോൾ കുലുക്കം കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്കൊരു വേദഭാഗം വായിക്കാം. 73-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 73-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഇവിടെ ഭക്തനായ ആസാഫ് സങ്കീർത്തനം രചിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്നുപോയ ഒരു വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു. ദൈവം നല്ലവനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിന് അത് എപ്പോഴാണ് മനസ്സിലായേ? 73-ാം സങ്കീർത്തനം നാം താഴേക്ക് വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി 2-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് കുലുക്കം സംഭവിച്ചു, എൻ്റെ കാലടികൾ വഴുതിപ്പോയി. ഇനി അതിൻ്റെ കാരണം എന്താ? 3-ാം വാക്യം, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം എന്ത് ചെയ്തു? ഒരല്പസമയം മാറിപ്പോയി. അദ്ദേഹത്തെ ഇരുത്തിയിരുന്ന സ്ഥലം എവിടെയാ? ദൈവാലയം. അദ്ദേഹത്തിന് നൽകിയ ശുശ്രൂഷ എന്താ? ദൈവത്തെ സ്തുതിക്കുക, ഗാനങ്ങൾ രചിക്കുക, ഗാനങ്ങൾ ചമയ്ക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈ ശുശ്രൂഷയാണ് അദ്ദേഹത്തിന് നൽകിയത്. പക്ഷെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് മാറിയപ്പോൾ, മറ്റൊരു ദുഷ്ടന്മാരുടെ ജീവിതത്തിലേക്ക് തൻ്റെ കണ്ണൊന്ന് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവരോട് അസൂയ തോന്നി, കാലടികൾ വഴുതിപ്പോയി, ആകെ പ്രശ്നമായി. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന സത്യം നാം കുലുങ്ങാത്തവരായി നിൽക്കണമെന്നാണ്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ നോട്ടം തെറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുലുക്കം കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നോട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഓടുവാനായി നാം വിളിക്കപ്പെട്ടവരാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് ഓടുന്നവരായിരിക്കണം നാം. അതിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുവാൻ പാടില്ല. അങ്ങനെ നാം മാറിപ്പോകുകയാണെങ്കിൽ ആസാഫിനെ പോലെ നാം ആയിത്തീരും. ഇനി ആസാഫ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട് കേട്ടോ. തൻ്റെ ജീവിതത്തിന് തനിക്ക് ലക്ഷ്യം തെറ്റിപ്പോയി, തൻ്റെ ജീവിതത്തിലൊരു കുലുക്കം കടന്നു വന്നു. കുലുക്കം കടന്നു വന്നപ്പോൾ ആസാഫ് ചെയ്ത പ്രവൃത്തി എന്താ? നേരെ ദൈവാലയത്തിലോട്ട് പോയി. ഹൃദയത്തിൽ തോന്നിയ സംശയമൊന്നും പുറത്തേക്ക് എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. അത് ഹൃദയത്തിൽ തന്നെ വച്ചിരുന്നു. ഇനി ഇതിൻ്റെ അവസാനം എന്തായി തീരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെ പോയി? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ കുലുക്കിക്കളയുവാൻ തക്കമുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഈ നിലയിൽ നാം ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, മറിച്ച് ആസാഫിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ, ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആ നിലയിൽ നാം ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, കുലുക്കം കടന്നു വരുവാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എഴുതുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. അവിടെ അതിൻ്റെ 3-ാം വാക്യത്തിൽ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അപ്പോൾ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ കുലുക്കിക്കളയുവാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളാണ്. വിശ്വാസത്തിൻ്റെ പരിശോധനകൾ അത് ചിലപ്പോൾ നമ്മെ കുലുക്കിക്കളഞ്ഞു എന്ന് വന്നേക്കാം. നിരവധി ചോദ്യങ്ങൾ ദൈവത്തോട് നാം ചോദിക്കേണ്ടതായിട്ട് വന്നുവെന്ന് വന്നേക്കാം. പ്രിയമുള്ളവരെ, ആ അവസ്ഥ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രിയ അങ്കിൾ ഓർപ്പിച്ചു പറഞ്ഞു, ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. എൻ്റെ ജീവിതത്തിലും ഈ നിലയിലൊരു ശോധന കടന്നു വന്നപ്പോൾ നിരവധി ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും അതിനൊക്കെയും വ്യക്തമായ ഉത്തരവും വ്യക്തമായ മറുപടിയും കർത്താവ് നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഈ കർത്താവിനെ സാക്ഷിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഞാൻ നിൽക്കുന്നത്.
അത് ആരുടെയും മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശോധന കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ, പരീക്ഷകൾ കടന്നു വരുമ്പോൾ അത് സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഇനി ചിലപ്പോൾ പരിശോധന കടന്നു വരുമ്പോൾ നമുക്കറിയില്ല ഇത് ദൈവത്തിൽ നിന്നുള്ള പരീക്ഷയാണോ, ഇനി ഇത് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടതെന്ന ജ്ഞാനം ചിലപ്പോൾ നമുക്കില്ലെന്ന് വന്നേക്കാം. അതിനുള്ള മറുപടിയും ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യം അവിടെ നാം എന്താ വായിക്കുന്നത്? അത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അതിന് തക്ക ജ്ഞാനം നിങ്ങൾക്കില്ല എങ്കിൽ, അതിൻ്റെ 5-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ പരിശോധന കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുവാൻ തക്കതായ ജ്ഞാനം നമ്മളില്ല എങ്കിൽ, ആ ജ്ഞാനം ഗ്രഹിക്കുവാനായി ജ്ഞാനം ഔദാര്യമായി കൊടുക്കുന്നവനായ കർത്താവിനോട് നാം എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. സംശയമില്ലാതെ അപേക്ഷിക്കുമ്പോൾ കർത്താവ് അതിന് മറുപടി നൽകും എന്നാണ് നാം വേദഭാഗത്തിൽ കാണുന്നത്. ഇനി ഈ കഷ്ടതയും പരിശോധനയും അനുഭവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അതിൻ്റെ 12-ാം വാക്യം അവിടെ നാം വായിക്കുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ കടന്നു വരുമ്പോൾ നാം കുലുങ്ങിപ്പോകുകയല്ല, മറിച്ച് കുലുങ്ങാത്തവരായി നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഇനി കുലുങ്ങാത്തവരായി നിന്നാലുള്ള പ്രതിഫലം എന്താ? ജീവകിരീടം. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് എന്ത് നൽകും? ജീവകിരീടം നമുക്ക് നൽകും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണത്. ജീവിതത്തിൽ കഷ്ടത സഹിക്കുന്നത് വ്യർത്ഥമായല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒടുവിലായി ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന, നമ്മുടെ മഹത്വകരമായ പ്രത്യാശയോടനുബന്ധിച്ച് നമുക്ക് നൽകുന്ന 3-ാമത്തെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം അവിടെ നാം വായിച്ചു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും. അപ്പോൾ ഒന്നാമതായി ഉറപ്പുള്ളവരായിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കണ്ടു, അത് എപ്രകാരം നിറവേറ്റണമെന്ന് നാം കണ്ടു. രണ്ടാമതായി നാം കുലുങ്ങാത്തവരായിരിക്കണം, അത് എപ്രകാരമായിരിക്കണമെന്ന് നാം കണ്ടു. ഇനി 3-ാമതായി അവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ദൈവത്തിന് മഹത്വം. ഒടുവിലായി ദൈവാത്മാവ് അവിടെ നൽകുന്ന 3-ാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പറയുകയാണ്, നിങ്ങൾ ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുള്ളത് കൊണ്ട് നിങ്ങൾ ഈ നിമിഷം മരിച്ചു മാറ്റപ്പെട്ടാൽ അടുത്ത നിമിഷം കർത്താവിൻ്റെ മുന്നിലായിരിക്കുമെന്ന പ്രത്യാശ നിങ്ങൾക്കുള്ളത് കൊണ്ട് അല്ല. ഇനി കർത്താവ് വരികയാണെങ്കിൽ രൂപാന്തരം പ്രാപിച്ച ശരീരവുമായി ആ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുമെന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. സകലത്തിനും പ്രതിഫലം തരുന്നൊരു ദൈവം ഉണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ വ്യർത്ഥമല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം നാം എല്ലാവരും നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ, അഥവാ കർത്താവ് വരുമ്പോൾ നാം കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുകയാണെങ്കിൽ, അല്ല നാം മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ ശേഷം നാം കണ്ണ് തുറക്കുമ്പോൾ നാം എന്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ വചനം ആ സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും വെളിപ്പെടേണ്ടതാകുന്നു. എന്തിനാണ് വെളിപ്പെടുന്നത്? അതിൽ നാം വായിക്കുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം, അതിന് പ്രകാരമായിട്ട് അളവിൽ അല്പം പോലും വ്യത്യാസമില്ല. എന്ത് പ്രവൃത്തി ചെയ്തോ അതിന് തക്കവണ്ണം എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്. നാം പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെക്കുറിച്ച് കണ്ടു. അവൻ എന്ത് പ്രതിഫലമുള്ളേ? ജീവകിരീടം ഉണ്ടെന്ന് നാം കണ്ടു.
മാത്രമല്ല പൗലോസ് അപ്പോസ്തലനും തൻ്റെ ശുശ്രൂഷയ്ക്കൊടുവിലായി തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നാം വിശ്വസ്തയോടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടവരാണ്. നമ്മുടെ പ്രയത്നം അത് വ്യർത്ഥമല്ല. ഇനി എന്തെല്ലാം ശുശ്രൂഷകളാണ് നാം ചെയ്യേണ്ടത്? അവിടെ നാം വായിച്ച വേദഭാഗത്തിൽ തന്നെ നാം കണ്ടു, കർത്താവിൻ്റെ വേലയിൽ നാം വർദ്ധിച്ചു വരണം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. എന്താണ് കർത്താവിൻ്റെ വേല? കർത്താവിൻ്റെ വേല എന്താ? കർത്താവിൻ്റെ വേല എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? കർത്താവിൻ്റെ വേല സുവിശേഷ വേലയാണ്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ. എന്നാൽ ആ ഒരു ശുശ്രൂഷ മാത്രമല്ല, ആ ഒരു വേല മാത്രമല്ല പ്രതിഫലത്തിനായി ദൈവം നൽകിയിരിക്കുന്ന വേല. അത് ഏറ്റവും മഹത്വകരമായ വേലയാണ്. അതൊക്കെയും ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവരാണ്. നാം ആരോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവം നമ്മെ ഒരു ജോലി സ്ഥലത്താക്കി വച്ചിരിക്കുന്നെങ്കിൽ, ദൈവം നമ്മെ ഒരു സ്ഥലത്താക്കി വച്ചിരിക്കുന്നെങ്കിൽ, ദൈവം നമ്മെ ഒരു കുടുംബത്തിലാക്കി വച്ചിരിക്കുന്നെങ്കിൽ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അറിയാത്തവരോട്, ക്രിസ്തുവിനെ അറിയാത്തവരോട് ഈ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഞാൻ BBAയിലായിരുന്ന സമയത്ത് വ്യാഴാഴ്ച ദിവസം അവിടെ ഈ ഗോസ്പലിൻ്റെ ട്രെയിനിങ് ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് ട്രെയിനിങ് കൊടുക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഞാനവിടെ വാർഡൻ്റെ ശുശ്രൂഷ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്? കാരണം അവരിതുവരെയും പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരാണ്, അവർ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടതെന്ന് അവർ വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ സമയത്ത് പല ലാംഗ്വേജിലുള്ള ട്രാക്ട്സ്, നമ്മുടെ ലഘുലേഖകൾ എൻ്റെ കൈവശമുണ്ട്. ചില സമയത്ത് ഞാൻ അവരെ കൊടുക്കും. അതിനുശേഷം അവരോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും വലിയ സുവിശേഷം, ഇല്ലെങ്കിൽ ഏറ്റവും നന്നായി നിങ്ങൾക്ക് സുവിശേഷം പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് രൂപാന്തരം വരുത്തി, ഇല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിതം എന്തായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ജീവിതം ഏത് നിലയിൽ രൂപാന്തരപ്പെട്ടു, നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത്, ഈ സത്യം എന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് സുവിശേഷം എന്ത് ചെയ്യാൻ കഴിയും? പങ്കുവയ്ക്കാനായിട്ട് കഴിയും. ആ നിലയിൽ വ്യക്തിപരമായി കർത്താവുമായി നല്ല ബന്ധം പുലർത്തുന്നവർക്ക് ആ നിലയിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും? സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആരും അതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. കർത്താവ് നമ്മെ വിവിധയിടങ്ങളിലാക്കി വച്ചിരിക്കുന്നത് അത് പറയുവാനാണ്. പലപ്പോഴും സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് നാം മടിക്കുന്നവരാണ്. മടിയുള്ള അനേകരുണ്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട്. എന്നാൽ സുവിശേഷം ഉത്സാഹത്തോടെ പങ്കുവയ്ക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അവരെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു സഹോദരനെ അടുത്ത സമയത്ത് മീറ്റ് ചെയ്തു. അദ്ദേഹം ഒരു ലിഫ്റ്റിൽ കയറിയാൽ ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു 2 മിനിറ്റകത്ത് അദ്ദേഹം സുവിശേഷം പങ്കുവയ്ക്കും. അറ്റ്ലീസ്റ്റ് രക്ഷയെക്കുറിച്ചൊരു വാക്യമെങ്കിലും അദ്ദേഹത്തോട് പറയും. ഞാൻ ഒരിക്കൽ അദ്ദേഹമായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഞാൻ ആയിരുന്നപ്പോൾ അദ്ദേഹം ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു. ആ ട്രാവൽ ഏജൻസിയിൽ അതിൻ്റെ ആ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ കോളറുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അവരോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്ന ശേഷം എന്നോട് പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് കൂടി എനിക്ക് നൽകണം, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനുശേഷം അദ്ദേഹം അവരുമായിട്ട് സുവിശേഷം പങ്കുവച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജ ഇല്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നാം സുവിശേഷം പങ്കുവച്ചില്ല എങ്കിൽ മറ്റാരാണ് പങ്കുവയ്ക്കുക? കർത്താവ് നമുക്ക് ആ വലിയ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. അത് വിശ്വസ്തയോടെ നാം നിർവഹിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ നാം വർദ്ധിച്ചു വരണം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. മറ്റ് ചില വേലകൾ, കർത്താവിൻ്റെ വേലകളെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതിനനുബന്ധിച്ച് നമുക്കൊരു വേദഭാഗം വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇനി തമ്മിൽ സമാധാനമായിരിക്കുവിൻ. 14-ാം വാക്യം: സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. അപ്പോൾ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്നത് എന്താണ്? അത് കർത്താവിൻ്റെ വേലയാണ്. അപ്പോൾ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ.
പ്രിയമുള്ളവരെ, നാം ഒരു സ്ഥലം സഭയിലായിരിക്കുന്നുവെങ്കിൽ ദൈവമക്കൾക്ക് എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ സാന്ദ്രത അതൊരിക്കലും തുല്യമല്ല. ചിലപ്പോൾ ജീവിതത്തിൽ പരീക്ഷ കടന്നു വരുമ്പോൾ അത് ആഞ്ഞടിക്കുമ്പോൾ ചിലപ്പോൾ തളർന്നു പോയെന്ന് വന്നേക്കാം. എന്നാൽ ആ നിലയിൽ ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ വേലയാണ്. ഇനി അടുത്ത ബലഹീനരെ താങ്ങുവിൻ. ബലഹീനരായവരെ നാം താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. ദീർഘക്ഷമ കാണിക്കുന്നത് കർത്താവിൻ്റെ വേലയാണ്. ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, മറ്റ് ശുശ്രൂഷകൾ അല്ലെങ്കിൽ മറ്റ് വേലകളൊക്കെ ഓക്കെയാണ്, ക്ഷമ കാണിക്കാൻ മാത്രം പറയരുത്. ചിലർ പറയാറുണ്ടല്ലേ, വേണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, മറക്കാം, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറക്കാം, പക്ഷേ ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥമായിട്ട് അവർ മറക്കുന്നുണ്ടോ? ക്ഷമിക്കാതെ ഒരിക്കലും മറക്കുന്നില്ല. അടുത്തൊരു പ്രശ്നം വരുമ്പോൾ ആ കാര്യം തന്നെ എന്തു ചെയ്യും, വിളിച്ചു പറയും. കുടുംബത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. യഥാർത്ഥമായ ക്ഷമ സംഭവിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നാമ്പുറം നാം യഥാർത്ഥമായി പരിശോധിക്കുകയാണെങ്കിൽ ക്ഷമയുടെ അഭാവം നിമിത്തമാണ് എന്തു ചെയ്യുന്നത്, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിലാണ്, അല്ലേ? നമ്മുടെ പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്തു, ക്ഷമിച്ചു. സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ അതിനെന്ത് ചെയ്തിരിക്കുകയാണ്, എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇനി കർത്താവ് അത് എടുത്തുകൊണ്ട് വരുമോ? ന്യായാസനത്തിന് മുമ്പ് പോകുമ്പോൾ കർത്താവ് ഒരിക്കലും അതിനെ എന്ത് ചെയ്യത്തില്ല, അതിനെ, ആ പാപങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട് വരികയില്ല. ആ നിലയിൽ ക്ഷമിക്കുവാനായി നമുക്ക് കഴിയണം. ഇവിടെ ക്ഷമിക്കുവാനല്ല പറയുന്നത്, പിന്നെ എന്താ പറയുന്നത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവാനാണ് പറയുന്നത്. ദീർഘക്ഷമ കാണിക്കുവാൻ. ഇനി ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. അപ്പോൾ നന്മ ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയാണ്. 16-ാം വാക്യം, എപ്പോഴും സന്തോഷിക്കുവിൻ. നമ്മളെ കാണുമ്പോൾ നാം ദൈവമക്കളെന്ന നിലയ്ക്ക് ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. ഞാൻ വന്നപ്പോൾ മുതൽ ഒരു ആൻറ്റി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു പ്രസന്നത നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദുഃഖമുണ്ടായെന്ന് വന്നേക്കാം, എന്നാൽ അതിന് മുകളിലായി ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മെ ഭരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അത് കർത്താവിൻ്റെ വേലയാണ്. ഇനി ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രാർത്ഥന അത് കർത്താവിൻ്റെ വേലയാണ്. നാം അത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇനി എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യേണ്ടവരാണ്. കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ നന്മകളെ ഓർത്തും കർത്താവിന് നാം സ്തോത്രം ചെയ്യണം. അത് നാം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം എന്നാണ് നാം കാണുന്നത്. ഇനി ഒടുവിലായിട്ട് എന്താ പറയുന്നത്, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താ നാം അവിടെ വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ. നാം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്തു ചെയ്യും, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ വൈകുന്നേര സമയത്ത് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നമ്മോട് ഓർപ്പിച്ചത്. അവിടെ നമ്മുടെ പ്രയത്നം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ അത് വ്യർത്ഥമല്ല. നമ്മുടെ പ്രയത്നം അത് കർത്താവിൽ വ്യർത്ഥമല്ല. കാരണം ജീവനുള്ള പ്രത്യാശയിലേക്കാണ് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ നാം എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം എന്ന് ദൈവാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യം. അവിടെ നാം കണ്ടത് ഇങ്ങനെയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഈ നിലയിൽ നമുക്ക് കൽപ്പന നൽകുന്നത് കൊണ്ട്, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട്, ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് പോലെ, ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഉറപ്പുള്ളവരായി, കേട്ട സുവിശേഷത്തിൽ നിലനിൽക്കുന്നവരായി, ഉറപ്പുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, കുലുങ്ങാത്തവരായി, ഉപദേശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്തീയ യാത്ര മുന്നോട്ട് നമുക്ക് നടത്താം. മാത്രമല്ല, നാം കുലുങ്ങാത്തവരായി, കഷ്ടതകൾ കടന്നു വരുമ്പോൾ കുലുങ്ങിപ്പോകാത്തവരായി,
നമുക്കത് ഗ്രഹിക്കുവാൻ തക്കതായ ജ്ഞാനമില്ലെങ്കിൽ ആ ജ്ഞാനത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അത് പ്രാപിച്ച് ആ വലിയ പ്രതിഫലത്തെ നോക്കി പാർത്തുകൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അത് വിശ്വസ്തയോടുകൂടി ദൈവേഷ്ടം ഗ്രഹിച്ചുകൊണ്ട് അത് നിർവഹിച്ച് ഈ ഭൂമിയിൽ നമുക്കായിരിക്കാം. നാം തിരുവചനത്തിൽ വായിച്ച പോലെ കർത്താവ് നമ്മെ ചേർക്കുവാനായി വീണ്ടും വരുവാനായിട്ട് പോകുന്നു. ആ കർത്താവിൻ്റെ വലിയ വരവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. വലിയവനായ കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ, അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് പ്രകാരം ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനും തക്കവണ്ണം ദൈവം ഇന്ന് നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കാലാവസ്ഥയും മറ്റ് കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ദൈവം അനുകൂലമായി മാറ്റിത്തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനുശേഷം അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനായിട്ട് സാധിച്ചു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷാനെ ഓർത്തും അതുപോലെ തന്നെ ഫേബയെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അനുഗ്രഹീതമായ ആലോചനകൾ പ്രിയ നിതിൻ സഹോദരനിൽ നിന്നും കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രിയ കർത്തദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചു. നാം കുലുങ്ങാത്തവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം, മാത്രമല്ല കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കണം എന്നതാണ് ഇന്ന് നാം കേട്ടത്. പ്രിയ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ വലിയൊരു മർമ്മം പറഞ്ഞതിന് ശേഷമാണ് നമ്മെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു കാര്യം ഓർപ്പിക്കുന്നത്. അതായത് നാം മരണത്തെ തോൽപ്പിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന വലിയ സത്യം, ആ ഉൽപ്രാപണത്തിൻ്റെ ആ മർമ്മം പറഞ്ഞതിന് ശേഷമാണ് അപ്പോസ്തലൻ ഈ വാക്കുകൾ നമ്മോട് പറയുന്നത്. പലപ്പോഴും ഇത് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. അത് വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. എങ്കിലും ഇത് വലിയ ഒരു ആത്മീയ സത്യമാണ്. നമ്മുടെ ഉൽപ്രാപണ സമയത്ത് നാം കർത്താവിനെ പോലെ അനുരൂപരായിട്ട് രൂപാന്തരപ്പെടും. അതിനുശേഷം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുകയും നാം അനേകം പ്രതിഫലം വാങ്ങുവാനും ഒക്കെ ആയിട്ട് പോവുകയാണ്. കർത്താവിനോടൊപ്പം നിത്യം അവനോടൊപ്പം ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയാലും ഒടുവിൽ അതിനെല്ലാം ഒരു മാറ്റം വരും. നമ്മുടെ കണ്ണുനീരും ദുഃഖവും നിരാശയുമെല്ലാം ദൈവം മാറ്റും എന്ന വലിയ ആ പ്രത്യാശയുടെ വാക്കുകൾ അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷമാണ്, ആ വലിയ മർമ്മം പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സത്യം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സത്യം നാം കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ, അത് ഗൗരവമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കുലുങ്ങാത്തവരായിട്ട് ഉറപ്പുള്ളവരായിട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വരുന്ന നാളുകളിൽ അപ്രകാരം ജീവിപ്പാനായിട്ട് നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിച്ച പ്രിയ കർത്തദാസൻ നിതിനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന ആളുകൾ ദൈവം പ്രിയ കർത്തദാസനെ ധാരാളമായിട്ട് എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പ്രാർത്ഥന അത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തുടർന്നും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇപ്പോൾ കർത്തദാസൻ വർഗീസ് ജോൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ ധന്യമായ നാമത്തിൽ ഈ സന്ധ്യാസമയം ഇപ്രകാരം ഈ ഹാളിൽ കൂടി വരുവാനും കർത്താവെ അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും തുടർന്ന് അങ്ങയുടെ വിലയേറിയ വചനത്തിൻ്റെ മുൻപാകെ ഇരുപ്പാനും ഈ ഞായറാഴ്ചയും ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം. കഴിഞ്ഞ അനേക നാളുകളായി, വർഷങ്ങളായി ഈ ശുശ്രൂഷ ഇങ്ങനെ തുടർന്നു പോരുവാൻ തക്കവണ്ണം അങ്ങ് കൃപ തരുന്നു. കർത്താവെ, ഇന്നും അങ്ങയുടെ ജനത്തെ അങ്ങ് കൂട്ടി വരുത്തി അനുഗ്രഹീതമായി ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം. പാട്ടുപാടുവാനൊക്കെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവസരം കൊടുത്തു. പാട്ടുപാടിയവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വരുന്ന ആളുകളിലും
അങ്ങ് അവർക്ക് കൊടുത്തിട്ടുള്ള ആ താലന്തുകൾ പ്രയോജനപ്പെടുത്തി ജീവിപ്പാൻ സഹായിച്ചാട്ടെ. ഒടുവിലായി കർത്താവെ, ഞങ്ങളുടെ വിലയേറിയ വചനത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയ യുവ സഹോദരൻ നിധിനെ അങ്ങ് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. തൻ്റെ നല്ല യൗവനത്തിൽ തന്നെ അങ്ങ് രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പതറിപ്പോകാതെ ധൈര്യത്തോടെ നിന്ന് കർത്താവെ, ഞങ്ങളുടെ വചനം പഠിക്കുവാനും ഈ നാൾ പഠിപ്പിക്കുവാനും ഒക്കെ കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദാസനായ പൗലോസിൻ്റെ പ്രസിദ്ധമായ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ ഓർപ്പിക്കുകയായിരുന്നു. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ എന്നുള്ള പ്രബോധനം 2000 വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ പുതുമ നശിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾക്കത് ബാധകമാകിയാൽ സ്തോത്രം. കർത്താവെ, അങ്ങയുടെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ച് പുനരുത്ഥാനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമൊക്കെ 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട്, അതുകൊണ്ട് ആ പ്രത്യാശ പുതുക്കി വെറുതെ ഇരിക്കുവാനല്ല, ഞങ്ങൾ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർപ്പിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിക്കണമെന്നാണല്ലോ അങ്ങയുടെ ദാസിൽ കൂടെ ഞങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ പലപ്പോഴും ഉറപ്പില്ലാത്തവരാകാറുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കരുത്. ഞങ്ങൾ രക്ഷയെക്കുറിച്ചും ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ എന്നുള്ള ഉറപ്പ് ലഭിക്കാൻ തക്കവണ്ണം ആ നിലയിൽ ജീവിപ്പാൻ സഹായിക്കണം. കർത്താവെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവരെൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുമെന്ന് ദാസനായ പൗലോസ് എഴുതി. ആ ഒരു ഉറപ്പ് നിശ്ചയവും ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാനത്തോളം ഉണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ജീവിതത്തിലെ സംശയങ്ങൾ, പ്രതികൂലങ്ങൾ, അതുപോലെ കർത്താവെ, വിശ്വാസത്തിൻ്റെ പരിശോധനയൊക്കെ വരുമ്പോൾ കുലുങ്ങിപ്പോകുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ കുലുങ്ങിപ്പോകാത്തവരായി ജീവിപ്പാനും ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ വേലയിൽ വർദ്ധിച്ചു വരണം. ഞങ്ങളുടെ വേല ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവെ, പാപികളോട് സുവിശേഷം അറിയിക്കുന്നതാണെങ്കിലും മറ്റനേക കാര്യങ്ങൾ കൽപ്പനകളായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്രമം കെട്ടവരെ കർത്താവെ ഞങ്ങൾ താങ്ങുവാനും ബലഹീനരെ താങ്ങുവാനും ഉൾക്കരുത്തില്ലാത്ത ധൈര്യപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, തിന്മയ്ക്കുവാനും തിന്മ ചെയ്യാതെ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പാനും എല്ലാവരെയും സ്നേഹിപ്പാനും എപ്പോഴും സന്തോഷിപ്പാനും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനകളൊക്കെ പാലിച്ച് വരുന്ന ആളുകളിൽ അങ്ങയുടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ വചനം സംസാരിച്ച് ഞങ്ങളുടെ ദാസനെയും വചനം കേട്ട് ഞങ്ങളെയും ഒരുപോലെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ അനുസരിക്കുന്നവരായും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൂട്ടുവരുത്തിയ എല്ലാവർക്കായിട്ടും സ്തോത്രം. TBFൻ്റെ പ്രവർത്തനങ്ങളെ കരങ്ങളിലേക്ക് തരുന്നു. ചൊവ്വാഴ്ചയുള്ള സൂം മീറ്റിംഗ്, അതുപോലെ ഞായറാഴ്ച നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്, ഇതെല്ലാം മുഖാന്തരം അങ്ങയുടെ നാമം മഹത്വപ്പെടണം. ഇത് അനേകർക്ക് പ്രയോജനകരമായി വരുന്ന ആളുകൾ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ പറഞ്ഞയച്ചാട്ടെ. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും വിശേഷാൽ അങ്ങയുടെ വചനം സംസാരിച്ച അങ്ങയുടെ ദാസനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.